തിരൂരിൽ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ 12ാം ദിവസമാണ്. ഇന്ന് ഈ ദിവസമുണ്ടായ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു നീക്കം എന്നത് ഈശ്വർ മാൽപ്പയുടെ സംഘത്തിന്റെ തെരച്ചിലാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും പുഴയിൽ അർജുന്റെ ലോറിയുടെ സ്ഥാനമടക്കം ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടേക്ക് എത്താനായിരുന്നില്ല ദൗത്യസംഘത്തിന്. പക്ഷേ ഇന്ന് ഈശ്വർ മാൽപ്പ എന്ന കർണാടകയിലെ തീരമേഖലയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളിയും സംഘവും, വൈദഗ്ധ്യം നിറഞ്ഞ മുങ്ങൽ വിദഗ്ധനാണ് മാൽപ്പയും അയാളുടെ സംഘവും. മാൽപ്പെ ധൈര്യപൂർവ്വം ആ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. അവിടെ ലോറിയുടെ ക്യാബിനുണ്ട് എന്ന് മുമ്പ് ഡ്രോൺ പരിശോധനയിൽ ഉറപ്പിച്ച സ്ഥലത്ത് തന്നെ അവിടെ ബോട്ടിനെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട്, ബോട്ടിനെ ആങ്കർ ചെയ്തുകൊണ്ട് ഒരു തെരച്ചിലിനാണ് ശ്രമിച്ചത്. പക്ഷേ അത് നടക്കാതെ വരുന്നു. അത്ര ശക്തമായ അടിയൊഴുക്ക് മാൽപ്പയുടെ സംഘത്തിനും വെല്ലുവിളിയാകുമ്പോൾ അവിടെ ഇപ്പോൾ മുളകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഈ ബോട്ടിനെ ഉറപ്പിച്ചു നിർത്തി ആഴത്തിലേക്ക് ഡൈവ് ചെയ്ത് ലോറി ഉയർത്താനുള്ള ശ്രമത്തിലാണ് മാൽപ്പയുടെ സംഘം. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, ഏതാണ്ട് 5 തവണ അദ്ദേഹം ഈ പുഴയിലേക്ക് ഡൈവ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും മാൽപ്പെ സംഘം ഈ വൈകുന്നേരവും അവിടെ നിന്ന് മാറാതെ ആ ദൗത്യത്തിന് ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണോ? ഗോകുൽ, 6ാമത്തെ ഡൈവും പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ കാഴ്ചയിൽ നിന്ന് വ്യക്തമാവുന്നത്. പക്ഷേ ഇതുവരെയും പോസിറ്റീവായ പ്രതീക്ഷ നൽകുന്ന യാതൊരു വിധത്തിലുള്ള വിവരങ്ങളും നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നില്ല. 6 തവണയും അദ്ദേഹം ആഴങ്ങളിലേക്ക് എത്തിയപ്പോൾ അവിടെ വെറും പാറക്കല്ലുകൾ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത്. ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനകരമായ ഒരു കാര്യം, ഈ സ്കൂബ സംഘത്തിൻ്റെ ഒരു ബോട്ട് ഗംഗാവലി ഭാഗത്തേക്ക്, അതായത് ഈ അഴിമുഖം ഭാഗത്തേക്ക് കടലും പുഴയും ഗംഗാവലി പുഴയും ഈ കടലും സംഗമിക്കുന്ന പ്രദേശത്തേക്ക് പോയി ഇപ്പോൾ തിരിച്ചു വരികയാണ്. ഒരുപക്ഷെ അവർ ഈ പുഴയുടെ ഒഴുക്ക് അത് വീണ്ടും പരിശോധിക്കുകയാണോ, അതോ ഈ അർജുൻ്റെ വാഹനത്തിൽ നിന്ന് ഒഴുകിപ്പോയ ആ മരക്കഷ്ണങ്ങൾ അത് കണ്ടുകിട്ടിയ പ്രദേശത്ത് തെരച്ചിൽ നടത്തി തിരിച്ചു വരികയാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും ഇപ്പോൾ ഈ തെരച്ചിൽ തുടരുകയാണ്. ആ ശിരൂർ കുന്ന്, ആ ശിരൂർ മല ഇടിഞ്ഞ് താഴേക്ക് വീണ ആ പുഴയ്ക്ക് നടുവിൽ രൂപപ്പെട്ട ആ മൺതുരുത്തിൽ കേന്ദ്രീകരിച്ചാണ് ഈ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നിൽക്കുന്നത്. ഈശ്വർ മാൽപ്പ അടങ്ങുന്ന സംഘം ഈ 6ാമത്തെ ഡൈവും പൂർത്തിയാക്കി തിരിച്ച് കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റ് ബോട്ടുകൾ, ഈശ്വർ മാൽപ്പയ്ക്കൊപ്പം വന്ന ബോട്ടുകൾ, ഒപ്പം നാവികസേനയുടെ ബോട്ടുകൾ, ആർമി സംഘമുണ്ട്. ഇവരൊക്കെ തന്നെ ഈശ്വർ മാൽപ്പയ്ക്ക് സുരക്ഷാ കവചമൊരുക്കി ചുറ്റും നിലയുറപ്പിച്ചിരിക്കുന്നു. എന്തെങ്കിലും രീതിയിലുള്ളൊരു പ്രതീക്ഷ നമുക്ക് പങ്കുവെക്കാൻ കഴിയും എന്ന ഒരു വിവരം, അതായത് 6ാമത്തെ തവണ ഡൈവ് പൂർത്തിയായി. ഇനി ഒരിക്കൽ കൂടി ഈ ആഴങ്ങളിലേക്ക് പോകാൻ, ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലേക്ക് പോയി പരിശോധന നടത്താൻ ഈ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രതീക്ഷ, നമ്മൾ ഇത്രയും നാളുകളായി കാത്തിരുന്ന ഒരു പ്രതീക്ഷ, ആ നിമിഷങ്ങളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കിടക്കുന്നത്. 6 തവണ ആഴങ്ങളിലേക്ക് പോയി ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളൊന്നും, അതായത് ഈ ലോറിയുടേതെന്നോ അല്ലെങ്കിൽ അർജുൻ്റേതോ പേരിലുള്ള വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പങ്കുവെക്കാൻ സാധിക്കുന്നില്ല. പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും ഈ തെരച്ചിൽ തുടരുകയാണ്. ആ മൺതുരുത്ത് കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഈ ബോട്ടുകളൊക്കെ നിലയുറപ്പിച്ച ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. പോയിന്റ് 4 ഏതായാലും സ്പോട്ട് 4 ഇപ്പോഴും തെരച്ചിൽ നടത്തുകയാണ്. മണിക്കൂറുകളായി ഈശ്വർ മാൽപ്പയുടെ സംഘവും അവരെ സഹായിച്ചുകൊണ്ട് നേവിയും മറ്റ് SDRF ടീമും എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഷഫീദ് റാവത്തർ കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ഷഫീദ്, ഏതാണ്ടൊരു 2 മണി മുതൽ ഇങ്ങനെ ഈ തെരച്ചിൽ ആ മേഖലയിൽ തന്നെ കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. അവിടേക്ക് ആഴത്തിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. എന്തെങ്കിലും ഒരു പോസിറ്റീവായ സൂചന ഈ ഘട്ടം വരെയും ലഭിക്കുന്നില്ലല്ലോ അല്ലേ? ഗോകുൽ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വളരെ നിയറസ്റ്റ് ആണ്, അതായത് ഈ നദിയുടെ മറുകരയിലാണ്. അവിടെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് ഇപ്പോഴും ഈ 6ാമത്തെ ഡൈവിങ്ങും
അതും പൂർത്തിയാക്കി കഴിഞ്ഞു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു പോസിറ്റീവായ റിസൾട്ടിലേക്ക് ഇന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈശ്വർ മാൽപേ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് വ്യക്തമാക്കുന്നുണ്ട്. നാളെയും ഒരുപക്ഷെ ഇന്ന് ഇത് അവസാനിപ്പിക്കേണ്ടി വന്നാൽ നാളെയും ഡൈവിംഗ് തുടരാനുള്ള തീരുമാനങ്ങൾ അതിപ്പോൾ ആലോചനാ രൂപത്തിൽ അവിടെ എടുക്കുന്നുണ്ട്. 6 പ്രാവശ്യം ഡൈവിംഗ് നടത്തിയപ്പോഴും ഏതെങ്കിലും ഒരു നീക്കത്തിലേക്ക്, ഒരു പോസിറ്റീവ് റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഏതാണ്ട് 7ഓളം വരുന്ന ബോട്ടുകൾ, അത് ഡിങ്കി ബോട്ടുകളുണ്ട്, ഈ മത്സ്യബന്ധന ബോട്ടുകളുണ്ട്. ഈ ബോട്ടുകൾ കൊണ്ടെത്തിച്ചായിരുന്നു ഈ ഡൈവിംഗ് യാഥാർത്ഥ്യമാക്കിയത്. അതിനുശേഷം ഈ ചില മുളകളൊക്കെ കൊണ്ടുവന്ന് അതിനകത്തേക്ക് കുത്തിയിറക്കിക്കൊണ്ട് താഴേക്ക് പോകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ അതൊന്നും വിജയം കാണാത്തത് അവരെടുത്ത റിസ്ക് അല്ലെങ്കിൽ അതൊക്കെ പാടായി പോയത് കൊണ്ടല്ല, മറിച്ച് താഴേക്ക് പോകുമ്പോൾ നേരത്തെ നമ്മൾ ഈ P4 സിറ്റുവേഷൻ അത് ഈ ഡ്രോൺ പരിശോധനയിൽ വ്യക്തമായതായിരുന്നു. അതായത് താഴേക്ക് പോകുമ്പോൾ അർജുന ട്രക്ക് കിടക്കുന്നത് വലിയ ചെളികൾക്കും അതേപോലെ തന്നെ മൺകൂനകൾക്കും പാറക്കല്ലുകൾക്കും ഒക്കെ നടുവിലാണ്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് ആ ഭാഗത്തേക്ക് എത്താൻ, ഈ ട്രക്ക് കിടക്കുന്ന എക്സാക്ട് പൊസിഷനിലേക്ക് എത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് ഒരു പക്ഷേ താൽക്കാലികമായി ഇന്നത്തേക്കിന് ഈ വെളിച്ചക്കുറവ്, ഗംഗാനദിയിലെ അടിയൊഴുക്ക്, മാത്രമല്ല വിസിബിലിറ്റി ഇഷ്യൂ, ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടൊരു പക്ഷേ ഇവിടെ നിന്ന് താൽക്കാലികമായി ഇന്നത്തേക്ക് പരിശോധന നടപടികൾ അവസാനിപ്പിച്ചാലും നാളെയും തുടരാൻ തന്നെയാണ് ഈശ്വർ മാൽപേയുടെ സംഘത്തിന്റെ തീരുമാനം. ഇപ്പോൾ നമുക്ക് ആ ദൂരദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആ തുരുത്തിനടുത്ത് 4 ബോട്ടുകളുണ്ട്. അതിലൊന്ന് കരയോട് ചേർന്ന ഡിങ്കി ബോട്ട്, മറ്റൊരു ഡിങ്കി ബോട്ട് ഇപ്പോൾ കരയോട് ചേർന്ന് വരുന്നു. 2 മത്സ്യബന്ധന ബോട്ടുകൾ അവിടെ ആങ്കർ ചെയ്ത് നിൽപ്പുണ്ട്. അത് ഈ പോകുന്ന അയാളുടെ സുരക്ഷയടക്കം പരിഗണിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നതാണ് ഈ മത്സ്യബന്ധന ബോട്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കുറച്ചു നേരം മുൻപാണ് ഒരു ഡിങ്കി ബോട്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യത്തിന് ഈ പുഴയുടെ ഈ ഭാഗത്ത് നിന്ന് താഴേക്ക് പാലവും കടന്ന് ഈ അഴിമുഖത്തേക്ക്, ഈ കടലുമായി പുഴ ചേരുന്ന ഭാഗത്തേക്ക് പോകുന്നത് കണ്ടത്. എന്തിനാണ് അവർ പോയതെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. പക്ഷേ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാര്യങ്ങൾ വ്യക്തമാണ്. അവിടെ തിരച്ചിൽ തുടരുന്നു, ഡൈവിംഗ് തുടരുന്നു. ഈശ്വർ മാൽപേ അദ്ദേഹത്തിന്റെ സകല കോൺഫിഡൻസിലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ 8 അംഗ സംഘവും അവിടെ തിരച്ചിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ എന്തെങ്കിലും തരത്തിൽ ഒരു ഇത് തിരച്ചിൽ നിർത്തുന്നു എന്നുള്ളൊരു സൂചന ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഇതുവരെയും ഫലം കാണാത്തൊരു സാഹചര്യത്തിൽ ഏതായാലും 6 മണി വരെയൊക്കെ ആയിരിക്കും ഈ തിരച്ചിൽ തുടരാനുള്ള സാധാരണ സമയക്രമം. അതിനുശേഷം വിസിബിലിറ്റി ഇഷ്യൂ കാര്യമായി അഫക്റ്റ് ചെയ്യും. അതിനു മുൻപ് അടുത്ത കുറച്ച് മിനിറ്റുകളിൽ നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്ക്ലൂസീവായ എന്തെങ്കിലും ഒരു ഫോർമാറ്റ് അതിനകത്ത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈശ്വർ മാൽപയുടെ വലിയ വിജയമായിരിക്കും. മാത്രവുമല്ല റെസ്ക്യൂ പ്രവർത്തന ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. നേവി അടക്കം ഇറങ്ങാൻ വിസമ്മതിച്ച, അത് മറ്റൊന്നും കൊണ്ടല്ല, അടിയൊഴുക്കും സാങ്കേതിക പ്രശ്നങ്ങളും കാരണമായിരുന്നു. അതുകൊണ്ട് നേവി അടക്കം ഇറങ്ങാൻ വിസമ്മതിച്ച ഒരു സ്ഥലത്ത് കർണാടകയിലെ ഉടുപ്പിയിലെ വിദഗ്ധനായ ഒരു സ്കൂബ ഡൈവർ അദ്ദേഹം വരുന്നു. അദ്ദേഹത്തിൻ്റെ സംഘത്തെ വന്ന മണിക്കൂറുകൾക്കുള്ളിൽ 1-2 മണിക്കൂറുകൾക്കുള്ളിൽ ഈ പ്രദേശവും കാര്യങ്ങളൊക്കെ പഠിച്ച് അദ്ദേഹം ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും ആ കോൺഫിഡൻസ് മുൻപ് ഹഷ്മി സൂചിപ്പിച്ചതുപോലെ ചെറുതല്ല. നമ്മൾ ഈ പ്രദേശത്ത് ഈ നദിയുടെ കുത്തൊഴുക്കടക്കം കാണുന്നതാണ്. കുത്തി ഒലിച്ചൊഴുകുകയാണ് ഓരോ നിമിഷവും ഈ ഗംഗാവാലി നദി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മലകൾക്ക് മുകളിൽ ഇന്ന് കാര്യമായ മഴയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നദിയുടെ ജലനിരപ്പ് കുറച്ചൊന്ന് താഴ്ന്നു. അത് നമുക്കത് വളരെ കുറച്ച് മാത്രം, തുലവും തുച്ഛമൊന്ന് താഴ്ന്നിട്ടുണ്ട്. അതേപോലെ അടിയൊഴുക്കിലും ഒരു നേരിയത്, പക്ഷേ അതൊന്നും 6.5 നോട്ടിന് താഴേക്കൊന്നും മാറിയിട്ടില്ല. പക്ഷേ അത്ര ഒരു റിസ്കി സാഹചര്യത്തിൽ പോലും ഈശ്വർ മാൽപേ ഇവിടെ 6 പ്രാവശ്യം ഡൈവ് ചെയ്തു എന്നുള്ളത് ഈ രക്ഷാപ്രവർത്തന ഈ 12 ദിവസം നീണ്ട രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു ടൈം ലൈനിൽ അത് മാർക്ക് ചെയ്യപ്പെടും. മാത്രമല്ല അത് അതിനിർണായകമായി തന്നെ മാർക്ക് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഏതായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും തിരച്ചിൽ തുടരുകയാണ്, ഡൈവിംഗ് തുടരുകയാണ്. 6ാം ഘട്ട ഡൈവിങ്ങും പൂർത്തിയാക്കിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ആറാം ഡൈവ് ഇപ്പോൾ നടക്കുകയാണ്. അത് പൂർത്തിയാക്കിയിട്ടില്ല, ക്ഷമിക്കണം. കാരണം ആ ബോട്ടിലേക്ക് തിരികെ കയറിയിട്ടില്ല. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അത് കയറാതെ കുറച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതെന്താണ്? സ്വാഭാവികമായും അടിയൊഴുക്കടക്കമുള്ള കാര്യങ്ങളായിരിക്കും. ഈ P3 നിന്ന് P4 കുറച്ച് ദൂരം, അവിടെയാണ് പ്രധാനമായും ഇവർ ക്രോസ് ചെക്ക് ചെയ്യുന്നത്, പരിശോധിക്കുന്നത് എന്നുള്ള ഒരു വിവരം നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും കാർവാർ MLA, കാർവാർ SP, അതേപോലെ കാർവാർ DC ജില്ലാ കളക്ടർ, ഇവരുടെ 3 പേരുടെയും ഇച്ഛാശക്തിയാണ് ഇപ്പോൾ ഈശ്വർ മാൽപേ ഇവിടേക്ക് എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞത്. സമയം പോവുകയാണ്, രാത്രിയാവുകയാണ്. ഇന്നത്തെ പ്രതീക്ഷയും പതുക്കെ സൂര്യൻ അസ്തമിക്കുന്നത് പോലെ അസ്തമിച്ചു വരുന്നു. നാളെ വീണ്ടും പുതിയൊരു പ്രഭാതത്തിൽ പുതിയ പ്രതീക്ഷകളല്ല, ഈശ്വർ മാൽപേ തന്നെ എന്തെങ്കിലും ചെയ്യും എന്നുള്ളത് നമുക്കൊരു കോൺഫിഡൻസായി നമുക്ക് കരുതാൻ കഴിയും. ആ സംഘത്തിൻ്റെ കോൺഫിഡൻസ് ആണ് അവർ വന്ന് 1 മണിക്കൂർ തികയും മുൻപ് അവർക്ക് ഇറങ്ങാനുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തുന്നത്. നേവിയുടെ ടെക്നിക്കൽ അനുമതിക്കൊന്നും കാത്തു നിൽക്കാതെ കാർവാർ MLA യുടെയും കാർവാർ SP യുടെയും കാർവാർ DC യുടെയും ഒക്കെ റിസ്കിൻ്റെ പുറത്ത് അവരിതാ ഇറങ്ങി നമ്മുടെ പ്രിയപ്പെട്ട അർജുന്
വേണ്ടി തിരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ നമുക്ക് ആശ്വസിക്കാൻ ഇന്നൊന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ പോലെ ഒരു മഴ സാഹചര്യം ഇന്ന് 11 മണിക്ക് ശേഷം ഉണ്ടായിട്ടില്ല. ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴകളൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നാളെയൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ പ്രവചിക്കുന്നത് പോലെ അലേർട്ടുകളൊന്നും ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ വീണ്ടും പുഴയുടെ അടിയൊഴുക്ക് കുറയും, ഗംഗാവലിയുടെ അടിയൊഴുക്ക് കുറയും. അങ്ങനെ കുറഞ്ഞു കിട്ടിയാൽ അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷയായി മാറുകയും ചെയ്യും. ഇപ്പോൾ മറുകരയിൽ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമുണ്ട്, അവരെ അനുവദിച്ചിട്ടുണ്ട്. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ, കന്നഡ മാധ്യമങ്ങളുടെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അവരെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കപ്പോഴും, മലയാളികൾ അപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരേ ഒരു കാര്യം, നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ്റെ ട്രക്ക് അതെവിടെ, അർജുൻ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം അതിനിയും പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മറ്റൊരു ദൃശ്യം കൂടി നമ്മുടെ രാഹുൽ VS ഉറപ്പാക്കും. അത് ഞാൻ മുൻപ് പറഞ്ഞു, ഈ അഴിമുഖത്തിൻ്റെ ഭാഗത്തേക്ക് ഒരു സ്ക്യൂബ സംഘം പോയി എന്നുള്ളത്. അവർ തിരികെ ഇങ്ങോട്ടേക്ക് വരുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ നേവി ഉദ്യോഗസ്ഥരുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇന്ന് ഉടുപ്പിയിൽ നിന്ന് വന്ന ടീമടക്കം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വളരെ വളരെ ക്ലോസായി നമുക്ക് തീർച്ചയായും. ഏതായാലും ഗംഗാവലി പുഴയിൽ അങ്ങോളം ഇങ്ങോളം തെരച്ചിൽ പല വഴിക്ക് നടത്തുന്നുണ്ട്. അതിൽ ഈശ്വർ മാൽപ്പയുടെ സംഘത്തിലുള്ളവർ മുങ്ങി തന്നെ തപ്പുന്നു, അതിനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ അധികം താഴേക്ക് പോകാനും കാഴ്ച മറക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോഴും പല വഴിക്ക് ഗംഗാവലി പുഴയിൽ തെരച്ചിൽ തുടരുന്നു എന്നതാണ്. പക്ഷേ അവിടെയൊന്നും പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും സൂചനകളോ വാർത്തകളോ ഈ നിമിഷം വരെ വന്നിട്ടില്ല.